ഹലോ, വെൽക്കം ടു ബി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് പഞ്ചവത്സര പദ്ധതികളാണ്. PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ. PSC ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതുമാണല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാം. ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കിയാണ് ഈ വികസന തന്ത്രം ഇന്ത്യയിൽ നടപ്പാക്കിയത്. സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കിയാണ് ഈ വികസന തന്ത്രം ഇന്ത്യയിൽ നടപ്പാക്കിയത്. ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത്. ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം കേട്ടോ. ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കിയാണ് ഈ വികസന തന്ത്രം ഇന്ത്യയിൽ നടപ്പാക്കിയത്. ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ രാജ്യം സോവിയറ്റ് യൂണിയനാണ്. ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയനാണ്. 1928 1932 മധ്യേ നടപ്പാക്കിയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. 1928 1932 മധ്യേ നടപ്പാക്കിയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് 1951-56 കാലയളവിലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത് 1951-56 കാലയളവിലാണ്. പ്രൈമറി സെക്ടറിന് അഥവാ കാർഷിക വികസനത്തിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത്. എന്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ? പ്രൈമറി സെക്ടറിന് അഥവാ കാർഷിക വികസനത്തിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത്. ഹാരോൾഡ് ഡോമർ മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കിയത്. ഹാരോൾഡ് ഡോമർ മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1951 ഡിസംബർ 8 എന്നാണ്. 1951 ഡിസംബർ 8. ഇനി 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനൊക്കെയായിരുന്നു? കൃഷി, ജലസേചനം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷി, ജലസേചനം. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 2.1% ആയിരുന്നു. കൈവരിച്ചത് എത്രയാണ്? 3.6%. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചത് എത്രയാണ്? 3.6%. ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം എന്നീ പദ്ധതികൾ ആരംഭിച്ചതും വിവിധോദ്ദേശ്യ ജലസേചന പദ്ധതികളായ ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി പദ്ധതികൾ നടപ്പാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്തൊക്കെയാണ്? ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം എന്നീ പദ്ധതികൾ ആരംഭിച്ചതും
വിവിധോദ്ദേശ്യ ജലസേചന പദ്ധതികളായ ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി പദ്ധതികൾ നടപ്പാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടങ്കൽ തുക 2069 കോടിയായിരുന്നെങ്കിലും പിന്നീട് 2378 കോടിയായി ഉയർത്തി. ഇനി പ്രശസ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. പ്രശസ്ത ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1951 ഡിസംബറിലാണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത് 1951 ഡിസംബറിലാണ്. ഇനി യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷൻ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് എന്നാണ്? 1953 ഡിസംബർ 28-നാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷൻ നിലവിൽ വന്നത് 1951 ഡിസംബർ 28-നാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിന് പ്രാധാന്യം നൽകിയ രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61 കാലയളവിൽ നടപ്പാക്കി. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനായിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്? വ്യവസായത്തിനായിരുന്നു അല്ലേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ കാലയളവ് എത്രയാണ്? 1956-61 കാലയളവിലാണ് കേട്ടോ. ഇനി പ്രശസ്ത സ്ഥിതിവിവരശാസ്ത്ര വിദഗ്ധനായ PC മഹലനോബിസ് 1953 രൂപകൽപ്പന ചെയ്ത മഹലനോബിസ് മാതൃകയിൽ നടപ്പാക്കിയ പദ്ധതിയാണ്. എന്താണ്? പ്രശസ്ത സ്ഥിതിവിവര ശാസ്ത്ര വിദഗ്ധനായ PC മഹലനോബിസ് 1953 രൂപകൽപ്പന ചെയ്ത മഹലനോബിസ് മാതൃകയിൽ നടപ്പാക്കിയ പദ്ധതിയാണ്. ഇനി ഇതിൻ്റെ ലക്ഷ്യമിട്ടിട്ടുള്ള വളർച്ചാ നിരക്ക് നോക്കാം കേട്ടോ. 4.5% വളർച്ച ലക്ഷ്യമിട്ടെങ്കിലും 4.27% കൈവരിച്ചത്. എത്രയാണ്? 4.5% വളർച്ച ലക്ഷ്യമിട്ടെങ്കിലും 4.27% കൈവരിച്ചത്. ഇനി ഇൻഡസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നറിയപ്പെട്ട ഈ പദ്ധതിയുടെ കാലത്താണ് റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിച്ചത്. എന്താണ്? ഇൻഡസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നറിയപ്പെട്ട ഈ പദ്ധതിയുടെ കാലത്താണ് റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ ആരംഭിച്ചത്. ഇനി ബംഗാളിലെ ചിത്തരഞ്ജൻ കോച്ച് ഫാക്ടറിയും തമിഴ്നാട്ടിലെ പെരമ്പൂരിലുള്ള കോച്ച് ഫാക്ടറിയും തുടങ്ങിയത് ഈ പദ്ധതി കാലത്താണ്. എന്താണ്? ബംഗാളിലെ ചിത്തരഞ്ജൻ കോച്ച് ഫാക്ടറിയും തമിഴ്നാട്ടിലെ പെരമ്പൂരിലുള്ള കോച്ച് ഫാക്ടറിയും തുടങ്ങിയത് ഈ പദ്ധതി കാലത്താണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തോടെയാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ അത്യുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ 5 IITകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ശക്തി പകരുന്നതിന് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1953 വിദ്യാഭ്യാസ മന്ത്രി മൗലാന ആസാദ് ഉദ്ഘാടനം ചെയ്ത യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷന് പാർലമെൻറ്റിൻ്റെ ആക്ടിലൂടെ സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകിയതും രണ്ടാം പദ്ധതി കാലത്താണ്. എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ശക്തി പകരുന്നതിന് ഒന്നാം പദ്ധതി കാലത്ത് 1953
വിദ്യാഭ്യാസ മന്ത്രി മൗലാന ആസാദ് ഉദ്ഘാടനം ചെയ്ത യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന് പാർലമെന്റിന്റെ ആക്ടിലൂടെ സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകിയതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി കൽക്കരി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വടക്കുകിഴക്ക് മേഖലയിൽ കൂടുതൽ റെയിൽപാതകൾ നിർമ്മിക്കുകയും ചെയ്തു. എന്താണ്? കൽക്കരി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും വടക്കുകിഴക്ക് മേഖലയിൽ കൂടുതൽ റെയിൽപാതകൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രമുഖ ഗവേഷണ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിതമായി. 1956 ഇന്ത്യ വ്യവസായ നയം പ്രഖ്യാപിച്ചു. പ്രമുഖ ഗവേഷണ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിതമായി. 1956 ഇന്ത്യ വ്യവസായ നയം പ്രഖ്യാപിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്തായിരുന്നു? വ്യാവസായിക നയം. 1956 വ്യാവസായിക നയമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം. ഇനി ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് കേട്ടോ. എന്തായിരുന്നു? സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക്. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ നമ്മൾ 2 പഞ്ചവത്സര പദ്ധതികൾ പഠിച്ചു അല്ലേ. അതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951-56 ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഏത് മാതൃകയായിരുന്നു അത്? ഹാരോൾഡ് ഡോമർ മാതൃകയായിരുന്നു. പിന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനൊക്കെ ആയിരുന്നു? കൃഷി, ജലസേചനം. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരായിരുന്നു? ഡോക്ടർ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ഡോക്ടർ KN രാജ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956-61. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനായിരുന്നു? വ്യാവസായം. ഇനി അത് ഏത് മാതൃകയാണ്? മഹലനോബിസ് മാതൃക എന്ന് അറിയപ്പെടുന്നു അല്ലേ. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃകയിലാണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം വ്യാവസായിക നയം. 1956 വ്യാവസായിക നയം. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സ്വയം പര്യാപ്തത സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ്. എന്തിനാണ്? സ്വയം പര്യാപ്തത സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. കൃഷിക്കും വ്യവസായത്തിനും തുല്യ പരിഗണന നൽകി. കൃഷിക്കും വ്യവസായത്തിനും തുല്യ പരിഗണന നൽകി. ഇതിൻ്റെ കാലയളവ് എത്രയാണ്? 1961-66 കാലയളവിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഇനി ഇത് ലക്ഷ്യമിട്ടിട്ടുള്ള വളർച്ച എത്രയാണ്? വളർച്ചാ നിരക്ക് 5.6%. പക്ഷേ കൈവരിച്ചത് എത്രയാണ്? 2.4%. പല കാരണങ്ങളാലും എന്താണ് ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? 1962 ഇന്ത്യ ചൈന യുദ്ധം. 1962 ഇന്ത്യ ചൈന യുദ്ധം. 1965 ഇന്ത്യ പാക് യുദ്ധം. എന്താണ്? 1965 ഇന്ത്യ പാക് യുദ്ധം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടമുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം കേട്ടോ. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇനി
ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ ഗ്രാമീണ മേഖലയിൽ സ്ഥാപിക്കുകയും കാർഷിക പുരോഗതിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ ഗ്രാമീണ മേഖലയിൽ സ്ഥാപിക്കുകയും കാർഷിക പുരോഗതിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയം കാരണം തുടർന്നുള്ള 3 സാമ്പത്തിക വർഷങ്ങളിൽ രാജ്യത്ത് വാർഷിക പദ്ധതികളാണ് നടപ്പാക്കിയത്. എന്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയം കാരണം തുടർന്നുള്ള 3 സാമ്പത്തിക വർഷങ്ങളിൽ രാജ്യത്ത് വാർഷിക പദ്ധതികളാണ് നടപ്പാക്കിയത്. ഈ കാലഘട്ടം പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടം എന്താണ് അറിയപ്പെടുന്നത്? പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത്. രൂക്ഷമായ വരൾച്ച, രൂപയുടെ മൂല്യ തകർച്ച എന്നിവയും സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. രൂക്ഷമായ വരൾച്ച, രൂപയുടെ മൂല്യ തകർച്ച എന്നിവയും സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് 1966-69 കേട്ടോ. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 1966-69 കാലയളവിലാണ് കേട്ടോ. ഇനി ഈ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇനി 4-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ ശേഷം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1969-74 കാലയളവാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ ശേഷം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. കാലയളവ് 1969-74 കേട്ടോ. ഇനി ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന 4-ാം പഞ്ചവത്സര പദ്ധതി 5.6% വളർച്ച ലക്ഷ്യമിടുകയും 3.3% നേടുകയും ചെയ്തു. എന്താണ്? ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന 4-ാം പഞ്ചവത്സര പദ്ധതി 5.6% വളർച്ച ലക്ഷ്യമിടുകയും 3.3% നേടുകയും ചെയ്തു. ഇനി 4-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനൊക്കെയാണ്? സ്ഥിരതയുള്ള നീതിയുക്തമായ വികസനത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കലായിരുന്നു പദ്ധതിയുടെ മുഖ്യ ഊന്നൽ കേട്ടോ. എന്താണ്? സ്ഥിരതയുള്ള നീതിയുക്തമായ വികസനത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കലായിരുന്നു പദ്ധതിയുടെ മുഖ്യ ഊന്നൽ. പിന്നെന്താണ്? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ്? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന്. ഇനി ഈ പദ്ധതി കാലയളവിലാണ് 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് കേട്ടോ. എന്താണ്? 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് 4-ാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ പുരോഗതി കാർഷിക മേഖലയിൽ കൈവരിച്ചു. എന്താണ്? ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ പുരോഗതി കാർഷിക മേഖലയിൽ കൈവരിച്ചു. കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമാകുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകി. കിഴക്കൻ പാകിസ്ഥാന് ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യമാകുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകി. ഇനി 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൻ്റെ രൂപീകരണവും നടന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലേ. എന്താണ്? 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൻ്റെ രൂപീകരണവും നടന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ്? പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 4-ാം പഞ്ചവത്സര പദ്ധതി. ഇനി 5-ാം പഞ്ചവത്സര പദ്ധതി. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ്? 1974-78 കാലയളവിലാണ് കേട്ടോ 5-ാം പഞ്ചവത്സര പദ്ധതി.
അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കലായിരുന്നു. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കലായിരുന്നു കേട്ടോ. ഇനി മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക വൃദ്ധിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക. എന്തൊക്കെയാണ്? കാർഷിക വൃദ്ധിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക. വർദ്ധിച്ചു വരുന്ന ഗതാഗത തിരക്ക് നേരിടുന്നതിന് നാഷണൽ ഹൈവേ സംവിധാനം കൊണ്ടുവരികയും നിലവിലുള്ള റോഡുകൾ വികസിപ്പിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ്? വർദ്ധിച്ചു വരുന്ന ഗതാഗത തിരക്ക് നേരിടുന്നതിന് നാഷണൽ ഹൈവേ സംവിധാനം കൊണ്ടുവരികയും നിലവിലുള്ള റോഡുകൾ വികസിപ്പിക്കുകയും ചെയ്തു. വിനോദസഞ്ചാര മേഖലയിലും പുരോഗതി കൈവരിച്ചു. വിനോദസഞ്ചാര മേഖലയിലും പുരോഗതി കൈവരിച്ചു. ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടി നടപ്പിലാക്കിയതും ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചതും ഈ പദ്ധതി കാലത്താണ്. ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടി നടപ്പിലാക്കിയതും ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചതും ഈ പദ്ധതി കാലത്താണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ. ആരാണ്? DP ധർ. ഇനി വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1977 അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി സർക്കാർ ഈ പദ്ധതി 1978 മരവിപ്പിക്കുകയും പിന്നീട് റോളിംഗ് പദ്ധതി കൊണ്ടുവരികയും ചെയ്തു. ഈ റോളിംഗ് പദ്ധതിയുടെ കാലഘട്ടം എത്രയാണ്? 1978 80 കേട്ടോ. എന്താണ്? റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം 1978 80 കാലഘട്ടത്തിലാണ്. ഇനി ഗുണ്ണാർ മിർധാൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിലൂടെ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ഗുണ്ണാർ മിർധാൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിലൂടെ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? റോളിംഗ് പ്ലാനാണ്. ഇനി റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം 1978 80 ആണ് കേട്ടോ, ആ ഒരു കാലഘട്ടം. ഇനി റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർധാൽ. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ്റാണ് കേട്ടോ. ആരാണ് നടപ്പിലാക്കിയത് റോളിംഗ് പ്ലാൻ? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ്. ഇനി സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഇനി ആറാം പഞ്ചവത്സര പദ്ധതി. ആറാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 5.2% കൈവരിച്ചത് എത്രയാണ്? 5.4%. ആറാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്, അതായത് കാലഘട്ടം 1980-85 കാലയളവിലായിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ്? 1980-85 കാലയളവിലായിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക,
ജനസംഖ്യാ വളർച്ച നിയന്ത്രണം. എന്തൊക്കെയായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ചാ നിയന്ത്രണം. വില നിയന്ത്രണ സംവിധാനം ഒഴിവാക്കപ്പെട്ടു. ഈ പദ്ധതിയുടെ കാലം നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അവസാനമായി വിലയിരുത്തപ്പെട്ടു. ഇനി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം? റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ നടപ്പിലാക്കിയത് 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ ആരംഭിച്ചത് 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ആരംഭിച്ചത് 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ആരംഭിച്ചത് 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകി. കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡ് ആരംഭിച്ചത് 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡ് ആരംഭിച്ചത് 6-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി 7-ാം പഞ്ചവത്സര പദ്ധതി. സ്വതന്ത്ര സമ്പദ്ഘടനയായി ഇന്ത്യയെ വളർത്താൻ വിവര സാങ്കേതിക വിദ്യയിലൂന്നിയ വ്യവസായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകപ്പെട്ട 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1985-90 കാലയളവാണ്. സ്വതന്ത്ര സമ്പദ്ഘടനയായി ഇന്ത്യയെ വളർത്താൻ വിവര സാങ്കേതിക വിദ്യയിലൂന്നിയ വ്യവസായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകപ്പെട്ട 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1985-90 കാലയളവിലാണ്. 7-ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി കേട്ടോ. 7-ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ഇനി മറ്റു പ്രധാന ലക്ഷ്യങ്ങളാണ്: ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയുടെ പ്രയോഗത്തിലൂടെ വ്യാവസായിക ഉൽപ്പാദനം കൂട്ടുക, ഭക്ഷ്യോൽപ്പാദനം കൂട്ടുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയും പദ്ധതിയുടെ മുഖ്യ പരിഗണനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. ഇനി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നിവ ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന JRY നടപ്പിലാക്കിയത് 1989 ഏപ്രിൽ 1-നാണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നിവ ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന JRY നടപ്പിലാക്കിയത് 1989 ഏപ്രിൽ 1-നാണ്. ഇനി ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 7-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 7-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ. വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ. ഇനി 7-ാം പഞ്ചവത്സര പദ്ധതിക്കും 8-ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയത് 1990 മുതൽ 1992 വരെയാണ് കേട്ടോ. 7-ാം പഞ്ചവത്സര പദ്ധതിക്കും 8-ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയത്
1990 മുതൽ 1992 വരെയാണ്. നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ കാലയളവിലാണ് കേട്ടോ. നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ ഒരു കാലയളവിലാണ്. ഇനി 8ാം പഞ്ചവത്സര പദ്ധതി. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 1992 വരെ വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഈ കാലയളവിലാണ് പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിക്കപ്പെട്ടത്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവാരാണ്? PV നരസിംഹ റാവു. മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ സമയത്തെ ധനമന്ത്രി കേട്ടോ. 1992 1997 കാലയളവിൽ നടപ്പിലാക്കിയ 8ാം പഞ്ചവത്സര പദ്ധതി പുത്തൻ സാമ്പത്തിക നയം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ട് ശ്രദ്ധേയമായി. 1992-97 കാലയളവിൽ നടപ്പിലാക്കിയ 8ാം പഞ്ചവത്സര പദ്ധതി പുത്തൻ സാമ്പത്തിക നയം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ട് ശ്രദ്ധേയമായി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. എന്താണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മാനുഷിക വികസനം. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു? മാനുഷിക വികസനം. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%, കൈവരിച്ചത് 6.8%. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%, കൈവരിച്ചത് 6.8%. ഇനി 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം ലക്ഷ്യമിട്ട് 1997-2002 കാലയളവിൽ നടപ്പാക്കിയ 9ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കും ഗ്രാമീണ മേഖലയുടെ വികസനത്തിനും ഊന്നൽ നൽകി. സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം ലക്ഷ്യമിട്ട് 1997-2002 കാലയളവിൽ നടപ്പാക്കിയ 9ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കും ഗ്രാമീണ മേഖലയുടെ വികസനത്തിനും ഊന്നൽ നൽകി. ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. ഇനി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്നാൽ PSCയുടെ ആൻസർ പ്രകാരം ഈ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷനിൽ ഏതാണ് കൊടുത്തിട്ടുള്ളത് അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ആഗോള സാമ്പത്തിക തകർച്ച പദ്ധതിയെ ബാധിച്ചു. എന്താണ് ആഗോള സാമ്പത്തിക തകർച്ച പദ്ധതിയെ ബാധിച്ചു?
ഇനി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5% കൈവരിച്ചത് 5.4%. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 6.5%, കൈവരിച്ചതോ 5.4%. ഇനി 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച. ഇനി 2ാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ്? 2ാം ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം ഇത് PSC ബുള്ളറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ സ്വജൽധാര തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി. എന്തൊക്കെയാണ്? സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ സ്വജൽധാര തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി. പ്രാഥമികാരോഗ്യം, പ്രൈമറി വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, കുടിവെള്ളം, കുട്ടികൾക്ക് പോഷകാഹാരം, പൊതുവിതരണം, ഗ്രാമങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കൽ എന്നിങ്ങനെ 7 അടിസ്ഥാന സംവിധാനങ്ങൾക്ക് പ്രാധാന്യം നൽകി. പ്രാഥമികാരോഗ്യം, പ്രൈമറി വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, കുടിവെള്ളം, കുട്ടികൾക്ക് പോഷകാഹാരം, പൊതുവിതരണം, ഗ്രാമങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കൽ എന്നിങ്ങനെ 7 അടിസ്ഥാന സംവിധാനങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഇനി കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി 10ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നതിന് കാരണം, നമ്മൾ 9 പറഞ്ഞില്ലേ, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 9ആണ്. പക്ഷേ PSCയുടെ ആൻസർ പ്രകാരം എന്താണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നതിന് കാരണം എന്താണ്? 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് കേട്ടോ. 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇനി 2002-2007 കാലയളവിൽ നടപ്പാക്കിയ പദ്ധതിയുടെ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 8.1 കൈവരിച്ചത് എത്രയാണ്? 7.7% കേട്ടോ. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എത്രയാണ്? 2002-2007. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 8.1%, കൈവരിച്ചതോ 7.7%. ഇനി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയതും സർവശിക്ഷാ അഭിയാൻ നടപ്പിലാക്കിയതും ഈ പദ്ധതി കാലത്താണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയതും സർവശിക്ഷാ അഭിയാൻ നടപ്പിലാക്കിയതും ഈ പദ്ധതി കാലത്താണ്. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് നിർമ്മാൺ, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ തുടങ്ങിയ പദ്ധതികളും നിലവിൽ വന്നു. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ഭാരത് നിർമ്മാൺ, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ തുടങ്ങിയ പദ്ധതികളും നിലവിൽ വന്നു. ഇനി 10ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആദായകരമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വർഷം തോറും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക. ആദായകരവുമായതും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക,
വർഷം തോറും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ്? 2007-2012 കേട്ടോ. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012. 11ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 9%. കൈവരിച്ചത് 8% കേട്ടോ. ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 9%, കൈവരിച്ചതോ 8%. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. 11ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. എന്താണ്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആധാർ പദ്ധതി, ആം ആദ്മി ബീമാ യോജന, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, രാജീവ് ആവാസ് യോജന, സ്വാഭിമാൻ പദ്ധതികൾ നടപ്പാക്കി. ആധാർ പദ്ധതി, ആം ആദ്മി ബീമാ യോജന, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, രാജീവ് ആവാസ് യോജന, സ്വാഭിമാൻ പദ്ധതികൾ നടപ്പാക്കി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നതായിരുന്നു പദ്ധതിയുടെ ഊന്നൽ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നതായിരുന്നു പദ്ധതിയുടെ ഊന്നൽ. ഇനി 12ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ്? 2012-2017 കേട്ടോ. 2012-2017. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്താണ്? സുസ്ഥിര വികസനം. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അംഗീകരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? 8% കേട്ടോ. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അംഗീകരിച്ച വളർച്ചാ നിരക്ക് 8%. ത്വരിതഗതിയിലുള്ള വികസനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകി. ത്വരിതഗതിയിലുള്ള വികസനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകി. കാർഷിക മേഖലയിലെ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 4%. കാർഷിക മേഖലയിലെ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് 4%. ദാരിദ്ര്യ നിരക്ക് 10% കുറയ്ക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ദാരിദ്ര്യ നിരക്ക് 10% കുറയ്ക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്.